ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥയൊന്ന് കേൾക്കാം. അതിൽ ഇപ്പോൾ മാമച്ചനും മറ്റേ ഗ്രേസമ്മയും കൂടെ പുറത്ത് പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അലീനക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ. അപ്പോൾ രണ്ടുപേരും കൂടെ വന്ന് വീട്ടിലങ്ങനെ ക്ഷീണിച്ചിരിക്കും. വല്ലാത്ത ക്ഷീണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഗ്രേസമ്മ ഫോൺ എടുത്തിട്ട് മോളുടെ കുഞ്ഞിൻ്റെ ചിന്നുമോളുടെ ഫോട്ടോ ഇങ്ങനെ നോക്കുന്നുണ്ട്. പറയും, എന്ത് ക്യൂട്ടല്ലേ മോള്, എനിക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ കണ്ണിലും മൂക്കിലൊക്കെ നോക്കുമ്പോഴേ ആരുടെയോ പോലെ തോന്നുന്നില്ലേ എന്നറിയും. അപ്പോൾ പറയും, നമ്മുടെ ബന്ധുവീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണില്ലേ ഒരു മോള്, അതുപോലെയാണ് തോന്നുന്നത് പറയും മാമച്ചൻ. അതല്ല മാമച്ച, അല്ലാണ്ട് എന്തൊക്കെയോ ഒരു പരിചയം നമുക്ക് തോന്നിയില്ലേ ഈ കുഞ്ഞിനെ കാണുമ്പോൾ പറയും. അപ്പോൾ അതന്നെ പറഞ്ഞത്, നമ്മുടെ ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കുഞ്ഞിനെ പോലെ പറയുമ്പോൾ അതല്ലാതെ എന്നറിയും. അപ്പോൾ മാമച്ച ഇങ്ങനെ ഗ്രേസമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയും, നിനക്കതിനെ അഡോപ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അവരെ കണ്ണുകിടുന്ന് ഇറങ്ങിയാണ്. അപ്പോൾ പറയും, പാവം കുഞ്ഞ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നറിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചിട്ട് വേണ്ടതൊക്കെ ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷെ അവർ തരുമോ? ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യണതിന് ഓരോ സീനിയോറിറ്റി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാവില്ലേ എന്നൊക്കെ പറയും. അവർക്കതൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ അലീനല്ലേ ആ കുഞ്ഞിനെ അവിടെ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരിക്കലും നമ്മുടെ അലീന പറയുന്ന പോലെ, അലീനയാണ് എഗ്രിമെൻറ്റിലൊക്കെ ഒപ്പുവെച്ചിരിക്കുന്നത്, നമ്മൾ അലീന പറയുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും, നമുക്ക് ആലോചിച്ച് നോക്കാം എന്നറിയാം മാമച്ചൻ അങ്ങനെ. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ഒരു മോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് അവർക്കൊരു തോന്നലുണ്ട്. പാവം മറ്റേത് കന്യാസ്ത്രീയായി പോയി മോൻ മരിക്കും ചെയ്തു, തീർച്ച അനാഥരെ പോലെയാണ് അവർ. അപ്പോൾ പറയും, അല്ല ഈ പെൺപിള്ളേരെ ഇവിടെ കാണുന്നില്ലല്ലോ എന്നറിയും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് റൂമിലിരുന്ന് ഇവരുടെ ഫോട്ടോസൊക്കെ നോക്കുകയാണ്, മോൻ്റെ ഫോട്ടോസൊക്കെ നോക്കുകയാണ്. ഗ്രേസമ്മയുടെയൊക്കെ മോൻ്റെ ഫോട്ടോ അങ്ങനെ നോക്കുന്ന പറയും, എന്ത് ഭംഗിയല്ലേ കാണാൻ എന്നിങ്ങനെ പറയുകയാണ് അലീന. അപ്പോൾ പറയുക, നല്ല ഭംഗിയുണ്ട് കാണാൻ അവർ. പക്ഷേ ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി ഇങ്ങനെ ഫോട്ടോ എടുത്ത് വയ്ക്കുമ്പോൾ കല്യാണ നിശ്ചയം കഴിഞ്ഞതാണ്, മറ്റേ മനസ്സമ്മതവും ഒക്കെ എല്ലാം റെഡിയായി. രണ്ട് വീട്ടുകാരും തമ്മിൽ നിശ്ചയിച്ചുറപ്പിച്ച് ദൂരെ പോയി കുറേ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടാണ് മനസ്സമ്മതത്തിൻ്റെ എല്ലാം കഴിഞ്ഞത്. കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ആക്സിഡൻ്റായി മരിക്കുന്നത് പറയുമ്പോൾ കേൾക്കാൻ വയ്യ, സങ്കടമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ അലമാരയിൽ എടുത്ത് വയ്ക്കുമ്പോഴേക്കും വന്ന് വാതിൽ കിടന്നോ എന്ന് ചോദിച്ചിട്ട് വന്ന് വാതിൽ മുട്ടാണ്. അപ്പോൾ തുറക്കുമ്പോഴേക്കും ഇല്ല എന്ന് പറയുന്നത്, ഞങ്ങൾ പുറത്ത് പോയത് വന്നതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ മക്കളെ ചോദിക്കുക. അപ്പോൾ പറയും, പോയി വന്നോ എന്ന് ചോദിക്കും. പിന്നെ